നമസ്കാരം. ജീവിതത്തിൽ നടക്കുന്നതായ കാര്യങ്ങൾ അത് യാദൃശികമല്ല എന്നാണ് പറയുക. വ്യക്തമായ അർത്ഥങ്ങളുണ്ട് എന്ന കാര്യം ഓർക്കണം. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ പല കാര്യങ്ങളും ഗുണകരവും അതേപോലെ തന്നെ ദോഷകരവുമായ സൂചനകളാകാം. ആ സൂചനകൾ മനസ്സിലാക്കുക എന്നത് ഏവരും ശ്രദ്ധിക്കേണ്ടതായ കാര്യമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഈ പരാമർശിക്കാൻ പോകുന്നതായ ലക്ഷണങ്ങൾ ശുഭകരമല്ല എന്നതാണ് വാസ്തവം. ആ ലക്ഷണങ്ങളെ കുറിച്ചാണ് ഇനി പരാമർശിക്കുന്നത്. ഏവരുടെയും വീടുകളിൽ പല തരത്തിലുള്ള പക്ഷികളും ജീവികളും കടന്ന് വരുന്നതാണ്. എന്നാൽ ഈ പരാമർശിക്കുന്നതായ പക്ഷികൾ വീടുകളിൽ കൂട് കൂട്ടുകയാണ് എങ്കിൽ അത് ദോഷകരമാണ്. കാരണം ആ വീടുകളിൽ യമദൃഷ്ടി പതിഞ്ഞു എന്നാണ് പറയുക. കാരണം പല വിധത്തിലുള്ള തടസ്സങ്ങൾ, ദുരിതങ്ങൾ, പ്രയാസങ്ങൾ, മനപ്രയാസങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. ആ വ്യക്തികൾക്ക് മനസമാധാനം തന്നെ ലഭിക്കണം എന്നില്ല. ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ആ പ്രധാനപ്പെട്ടതായ ലക്ഷണങ്ങൾ, ശ്രദ്ധിക്കേണ്ടതായ ആ ലക്ഷണങ്ങൾ വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ചിലന്തിവല. ചിലന്തിവല നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ അത് വ്യക്തമായ സൂചന തന്നെയാണ്. കാരണം വീടുകളിൽ ചിലന്തിവല വരുന്നത് ശുഭകരമല്ല എന്നാണ് പറയുക. അമിതമായി വരുന്നു എങ്കിൽ അത് വളരെ ദോഷകരവുമാണ്. ദുഷ്ടശക്തികൾ ആ വീടുകളിലുണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാം. പ്രധാനമായും ആ വീടുകളിൽ ആരോഗ്യം ക്ഷയിക്കുന്നതായ കാര്യങ്ങൾ സംഭവിക്കും. മാനസികപരമായ പിരിമുറുക്കങ്ങൾ വന്നു ചേരും. പലപ്പോഴും അമിതമായ ടെൻഷനുകൾ, ഒരു കാര്യത്തിലും മനസ്സ് ഉറപ്പിച്ചു നിർത്തുവാൻ സാധിക്കാത്ത പലവിധ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കാം. അതിനാൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് ശുഭകരമല്ല. ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരു വീട്ടിൽ എപ്പോഴും ഉണ്ടാകേണ്ടത് മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമാണ്. എന്നാൽ നിങ്ങളുടെ വീടുകളിൽ മഹാലക്ഷ്മി സാന്നിധ്യമില്ല എന്ന വ്യക്തമായ സൂചനയാണ് മാറാമ്പില അല്ലെങ്കിൽ ചിലന്തിവല കൂടുതലായും വീടുകളിൽ വരുന്നതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നത്. ആ വീടുകളിൽ അലക്ഷ്മി അഥവാ മൂദേവി പ്രവേശിച്ചു എന്ന് തന്നെ അർത്ഥമാക്കാം. എത്ര തന്നെ നിങ്ങൾ ശ്രമിച്ചാലും ചിലന്തിവല പോകുന്നതല്ല. ചിലന്തിവല കളഞ്ഞാലും വീണ്ടും വീണ്ടും വരുന്നു എങ്കിൽ അത് ശുഭകരമല്ല കാര്യങ്ങൾ. അതിനാൽ തീർച്ചയായും നിങ്ങൾ വീടും പരിസരവും എപ്പോഴും വൃത്തിയാക്കി 2 നേരം വീടുകളിൽ വിളക്ക് തെളിയിച്ച് ദേവി മന്ത്രങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടദേവത മന്ത്രങ്ങൾ ജപിക്കുക. കൂടാതെ ആ വീടുകളിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകിച്ചും മഹാലക്ഷ്മി ദേവിക്കായി നെയ്വിളക്ക്, ഭദ്രദീപം തെളിയിക്കുന്നതും ശുഭകരമാണ്. ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ക്ഷേത്രത്തിലെ പ്രസാദം വീടുകളിൽ കൊണ്ടുവരുന്നതും ആ പ്രസാദം അല്ലെങ്കിൽ കുങ്കുമമോ ചന്ദനമോ നിത്യവും അണിയുന്നതും ദേവതാ നാമങ്ങൾ ജപിക്കുന്നതും ഏറ്റവും വിശേഷമാണ്. തീർച്ചയായും ഈ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുക. മറ്റൊന്ന് തേനീച്ചയാണ്. പലരും വീടുകളിൽ തേനീച്ചയെ വളർത്തുന്നതാണ്. അത് വാണിജ്യപരമായ കാര്യങ്ങൾക്കാകാം, അത് അവരുടെ ഒരു തൊഴിലുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതാകാം. അത്തരത്തിൽ ചെയ്യുന്നവരാണ് എങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ബാധകമല്ല എന്ന് ആദ്യമേ മനസ്സിലാക്കുക. എന്നാൽ അപ്രതീക്ഷിതമായി വീടുകളിൽ ഇപ്രകാരം തേനീച്ചയുടെ കൂട് വരുന്നു എങ്കിൽ, നിങ്ങൾ പോലും അറിയാതെ ഇത്തരത്തിൽ സംഭവിക്കുന്നു എങ്കിൽ അത് ദോഷകരമാണ് കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കുക. കാരണം ജീവിതത്തിൽ പല രീതിയിലും ദോഷകരമായ കാര്യങ്ങൾ, അത് ആരോഗ്യപരമായ കാര്യങ്ങളാകാം, ആശുപത്രിവാസമാകാം, അല്ലെങ്കിൽ ചെയ്യുന്നതായ കാര്യങ്ങളിൽ പരാജയങ്ങൾ, നഷ്ടങ്ങൾ, അത് ധനപരമാണ് എങ്കിലും മറ്റ് നഷ്ടങ്ങളാണ് എങ്കിലും സംഭവിക്കുന്നു എന്ന സൂചന തന്നെയാണ്. നിങ്ങൾ ഈ ഒരു ലക്ഷണം കാണുകയാണ് എങ്കിൽ ഉടനെ തന്നെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ആ വീട്ടിലെ ഗൃഹനാഥന്റെയും ഗൃഹനാഥയുടെയും പേരിൽ നടത്തുന്നത് ഏറ്റവും വിശേഷമാണ്. നിത്യവും ആ വീടുകളിൽ മൃത്യുഞ്ജയ മന്ത്രം 108 ജപിക്കുവാൻ മറക്കാതിരിക്കുക. തീർച്ചയായും ആ വീടുകൾ ഉയരുക തന്നെ ചെയ്യും. മറ്റൊന്ന് അണ്ണാനാണ്. അണ്ണാനുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. അണ്ണാൻ വീടുകളിൽ കൂട് കൂട്ടുന്നത് ശുഭകരമല്ല എന്നാണ് പറയുക. കാരണം
ആ വീടുകളിൽ സൗഭാഗ്യം നഷ്ടമാകുന്നതിന് അത് കാരണമായി തീരും. പല വിധത്തിലും ദോഷകരമായ കാര്യങ്ങൾ ആ വീടുകളിൽ സംഭവിക്കുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. സൗഭാഗ്യം ആ വീടുകളിൽ നഷ്ടമാകുന്നു എന്ന സൂചനയാണ്. അതിനാൽ അണ്ണാൻ വീടിന്റെ ഉള്ളിലായി കൂടുകൂട്ടുകയാണ് എങ്കിൽ അത് ശുഭകരമല്ല. ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നിർഭാഗ്യം വന്നു ചേരാം. പല കാര്യങ്ങളും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ സാധിക്കണം എന്നില്ല. ചെയ്യുന്നതായ കാര്യങ്ങളിൽ പലപ്പോഴും തിരിച്ചടികൾ, ചതികൾ സംഭവിക്കാവുന്നതാണ്. പല കാര്യങ്ങളിലും മനസ്സ് മടുത്തു പോകുന്നതായ സാഹചര്യം, അതിനാൽ പല കാര്യങ്ങളും പ്രവർത്തിക്കാതെ മാറി നിൽക്കുന്നതായ സാഹചര്യം പോലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അതിനാൽ ഈ ലക്ഷണം നിങ്ങൾ അല്പമൊന്ന് ശ്രദ്ധിക്കേണ്ടതായ ലക്ഷണമാകുന്നു. എന്നാൽ അണ്ണാനെ നിങ്ങളുടെ പറമ്പിലോ വീടുകളിലോ കാണുന്നത് ശുഭകരമാണ്. കൂട്ടുന്നത് അത്തരം കാര്യങ്ങൾ ദോഷകരമാണ് എന്ന കാര്യവും ഓർക്കണം. രണ്ടും രണ്ടായി തന്നെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഉറുമ്പ് കൂട് വീടിനുള്ളിൽ വരികയാണ് എങ്കിൽ അത് ദോഷകരമാണ് എന്നാണ് പറയുക. ആ വീട്ടിലെ വ്യക്തികൾക്ക് പ്രധാനമായും മരണതുല്യമായ ദുഃഖങ്ങൾ, അത്തരം കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നത്. കാരണം വളരെയധികം വിഷമങ്ങൾക്ക് കാരണമായ ചില കാര്യങ്ങൾ സംഭവിക്കാം. ധനപരമായ നഷ്ടങ്ങളാകാം, തൊഴിൽ നഷ്ടമാകാം, ബിസിനസ് പരമായ തകർച്ചയാകാം, അല്ലെങ്കിൽ വിദ്യയുമായി ബന്ധപ്പെട്ട ഉയർച്ച നേടുവാൻ സാധിക്കാതെ ബുദ്ധിമുട്ടുന്നതാകാം. അത്തരത്തിൽ മനസ്സിനെ വളരെയധികം വിഷമിപ്പിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. വവ്വാലിന്റെ സാന്നിധ്യം നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ അതീവ ദോഷകരമാണ് എന്ന് നിസ്സംശയം പറയാം. അക്ഷമ സാന്നിധ്യം ആ വീടുകളിലുണ്ട് എന്നാണ് പറയുക. ധനപരമായ നഷ്ടങ്ങൾ വന്നു ചേരാം. എത്ര തന്നെ നിങ്ങൾ ശ്രമിച്ചാലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ഉയർച്ചയിലേക്ക് എത്തിച്ചേരണം എന്നില്ല. നാൾക്ക് നാൾ ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കാം. ധനപരമായ നഷ്ടങ്ങൾ ബിസിനസ് പരമായോ അല്ലാതെയോ വന്നു ചേരാം. കൂടാതെ പണം കൈകളിൽ നിൽക്കാത്തതായ സാഹചര്യം ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം. പലപ്പോഴും ആവശ്യങ്ങൾ നിവർത്തിക്കുവാൻ കടം വാങ്ങേണ്ടതായ അവസ്ഥ, പിന്നീട് ആ കടം തീർക്കുവാൻ മറ്റൊരു കടം വാങ്ങേണ്ടതായ സാഹചര്യം, ഇത്തരത്തിൽ കടബാധ്യതകൾ നാൾക്ക് നാൾ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേർന്നു എന്ന് വരാം. ഇത്തരത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമായ ചില കാര്യങ്ങളുടെ സൂചനയായി തന്നെ അർത്ഥമാക്കാം. ആ വീടുകൾ നെഗറ്റീവായ ഊർജം, നെഗറ്റീവായ ശക്തികൾ വർദ്ധിച്ചിരിക്കുന്നു എന്ന വ്യക്തമായ സൂചന തന്നെയാണ്. പ്രാവുകൾ വീടുകളിൽ വരുന്നത് ശുഭകരമാണ്. പ്രാവുകൾ വീടുകളിൽ വരികയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു സൂചനയായി തന്നെ പരാമർശിക്കുന്നു. എന്നാൽ നിങ്ങളുടെ വാസസ്ഥലങ്ങളിലോ സമീപത്തോ താമസിക്കുന്നു എങ്കിൽ, അത് കൂടുകെട്ടിയാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എങ്കിൽ അത് ദോഷകരമാണ്. മേൽക്കൂരയിലോ മച്ചിലോ കൂട് കൂട്ടുന്നു എങ്കിൽ ദോഷകരമാണ്. ഒരിക്കലും വീടുകളിൽ സ്ഥിരതാമസമാക്കുവാൻ അനുവദിക്കരുത്. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ദോഷമായി ഭവിക്കും എന്നാണ് പറയുക. നിങ്ങളുടെ വീടുകളിൽ പ്രാവുകൾ കൂടുകൂട്ടി താമസിക്കാൻ തുടങ്ങുകയാണ് എങ്കിൽ അത് ആ വീട്ടുകാർക്ക് ദോഷകരമായി കണക്കാക്കുന്നു. പ്രധാനമായും ആ വീടുകളിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരുന്നതിന് കാരണമായി തീരാം. വിഷമങ്ങൾ വർദ്ധിക്കാം, ധനപരമായ നഷ്ടങ്ങൾ, മറ്റ് നഷ്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാം. എന്നാൽ പലരും ബിസിനസ് പരമായി ഇപ്രകാരം പ്രാവിനെ വളർത്തുന്നവരുണ്ട്. അത് അവരുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ടതായ ഒരു ബിസിനസ് ആകാം, ജീവിതമാർഗമാകാം. അത്തരത്തിൽ ചെയ്യുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഒരിക്കലും അത് ദോഷകരമല്ല. എന്നാൽ ഉപജീവന മാർഗമല്ലാതെ പ്രാവായി വീടുകളിൽ കൂടുകൂട്ടുകയാണ് എങ്കിൽ അത് ദോഷകരമാണ് എന്ന് മനസ്സിലാക്കുക. ഈ പ്രധാനപ്പെട്ടതായ ലക്ഷണങ്ങൾ വ്യക്തമായ സൂചന തന്നെയാണ്. അതിനാൽ ഈ കാര്യങ്ങൾ സംഭവിക്കുന്നു എങ്കിൽ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു.